ഇതിന്റെ ഇതിനകത്ത് നിന്ന് എങ്ങനെ വരുമാനം നമ്മൾ ആക്കും? ഇത് 6 മാസം നമ്മൾ നോക്കണം. 6 മാസം. ഇപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ 6 മാസം നോക്കിയാൽ മതി. പൈസയായി അതിന്റെ. അതിപ്പോ നമ്മൾ എങ്ങനെ ആയാലും 15 രൂപ കുറയാതെ 15,000 രൂപ കുറയാതെ കൊടുക്കും. ഇത് തന്നെ വേലിയാട്. എന്താ പേര് ചേട്ടന്? മുരുകൻ. അടുത്താണോ വീട്? അടുത്ത് തന്നെ അല്ലേ? എത്ര ആടുകളുണ്ട്? 20 ആടല്ലേ? വീടിനകത്ത് സൈഡിൽ തന്നെയാണോ വളർത്തുന്നത് അതോ വേറെ? അവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ. വേറെ ആര് കൂട്ടിനാരുള്ളത്? ഭാര്യയുണ്ട്. ആ ശരി. ഓക്കെ. കാടല്ലേ, അതുകൊണ്ടാ രണ്ടുപേർ വന്നത്. ഒറ്റയ്ക്കാണെങ്കിലും പേടിയല്ലേ? അല്ലെങ്കിൽ വൈഫാണ് ചെയ്യുന്നത്? മലയാളം ശരിക്കും നല്ല പോലെ പറയുന്നുണ്ട്. മലയാളം ശരിക്കും അറിയാം. ആ അത് ശരി. അത് പറ. ഓണത്തിന് മുൻപ് പോവല്ലേ? നമ്മുടെ ഒരു മലയാളിയുണ്ട്, കുഞ്ചിക്കമ്പനി. എന്താ മീൻ? ഓക്കെ. അതാണോ വൈഫ്? പച്ചവെള്ളം, കച്ചിവെള്ളം, ഇതോ അത് മാത്രം മതി. വേറെ ഒരു തീറ്റയും വേണ്ട, ഒരു ശ്രദ്ധയും വേണ്ടല്ലേ? ആണോ? 5:30 വരെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പോയിക്കോളും. ആ ശരി. അറിയോ സ്ഥലമെല്ലാം കറക്റ്റ് ആയിട്ട് പോയാ മാത്രം മതി അല്ലേ? 5 മണി വരെ ഇവിടെ നിന്നോളൂ? അങ്ങോട്ട് പോകും അല്ലേ? 1 കിലോമീറ്റർ താണ്ടി വന്നു. ആ ശരി. ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒരു 5-6 കിലോമീറ്റർ പോകും. 5-6 കിലോമീറ്റർ പോയി നടന്നാലേ അത് ശരിയാവുള്ളൂ അല്ലേ? ആ ശരി. അങ്ങനെ നടന്ന് തിന്നോണ്ട് പോകും. പിന്നെ മരുന്നിനെടുക്കും അല്ലേ? ഈ കൊച്ചു പിള്ളേരില്ലേ, അതിന് എന്തെങ്കിലും വയറിളക്കമുണ്ട്, അതിന് ഇച്ചിരി നമുക്ക് ഇതിന്റെ പാല് ശകലം കൊടുത്താൽ മതി. അപ്പൊ റെഡി. ഒരു സ്പൂൺ കൊടുത്താൽ മതി. അത് കേട്ടോളൂ. അപ്പൊ ഇതിന്റെ ഇതിനകത്ത് നിന്ന് എങ്ങനെ വരുമാനം നമ്മൾ ആക്കും? ഇത് 6 മാസം നമ്മൾ നോക്കണം. 6 മാസം. ഇപ്പൊ ഒരു കുഞ്ഞിനെ നമ്മൾ 6 മാസം നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് 6 മാസം കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പരുവമാവും. പരുവം കഴിഞ്ഞപ്പോ അത് ചെന പിടിക്കും. ചെന പിടിച്ച് പിന്നെ 6 മാസം കഴിഞ്ഞോന്നെ അതിന് പ്രസവം. അങ്ങനെ 6 മാസം ഒരാടിന് കണക്കിന്. അത്രേ ഉള്ളൂ അല്ലേ? ഈ പിന്നെ കുട്ടികളെ വിൽക്കുവോ? അതോ ആൺകുട്ടികളെ വിൽക്കുവോ പെൺകുട്ടികളെ? കൂടുതൽ ആണാ വിൽക്കുന്നത്. ആണ് മട്ടനക്ക് കൊടുക്കുന്നു. മട്ടന് കൊടുക്കും. അപ്പൊ കിലോയ്ക്കാണോ വില പോലെ? ചിലവര് കിലോക്ക് കച്ചവടം ചെയ്യുന്നില്ലേ, ആട് കച്ചവടം കൊണ്ടുപോയിട്ട് കടയിൽ ചെന്നിട്ട് അവര് ചിലപ്പം തൂക്കിയെടുക്കും. അപ്പൊ നമുക്ക് എത്ര കിലോയ്ക്ക് കിട്ടും? നമുക്കൊരു വ്യത്യാസം ഇത്ര കിലോ കാണും. നമുക്കൊരു വ്യത്യാസം നമുക്ക് കാണും. വില എന്തോ കിട്ടും? ആവറേജ് ഒരു 10 മാക്സിമം ഒരു 10 കിലോ ഉണ്ടെങ്കിലും 1 കിലോയ്ക്ക് കിലോ വിഷയം പറഞ്ഞാൽ അവര് അതിന് വേറെ സെപ്പറേറ്റ് നമുക്ക് റേറ്റ് പറയും. അങ്ങനെ പറയും. 700 രൂപ 800 രൂപ പറയും. നമ്മളിപ്പം മൊത്തത്തിൽ അങ്ങനെ കൊടുത്താ നമുക്കത് പറയും. അപ്പൊ ഇത് ഒരു ഉദ്ദേശം ഒരു 800 രൂപ വെച്ച് 1 കിലോ കിട്ടും. അല്ല, ഇപ്പൊ ഇത് കിടാല്ലേ, അതിന്റെ ഇപ്പം 1 വയസ്സായി അതിന്റെ. അതിപ്പോ നമ്മൾക്ക് എങ്ങനെ ആയാലും 15 രൂപ കുറയാതെ 15,000 രൂപ കുറയാതെ കൊടുക്കും. ഈ ആട് വെള്ളാട് മേളിയെ കൊടുക്കും. നമ്മൾ പറയുന്നത് 15,000 രൂപ. ഇപ്പൊ അതിന് വില ഇപ്പൊ ആര് ചോദിച്ചാലും 15,000 രൂപ പറഞ്ഞാൽ കൊടുക്കും. അപ്പൊ അതൊരു ഉദ്ദേശം എത്ര കിലോ ആണ്? അത് നമ്മുടെ ഈ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഒരു ഇറച്ചിയല്ലേ കണക്ക് കൂട്ടത്തുള്ളൂ അല്ലാണ്. ഈ ആടില്ലേ, ആട് മൊത്തത്തിൽ മേടിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കത്തില്ല. അവര് എങ്ങനെയെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും 2,000 3,000 രൂപ കിട്ടും, ലാഭം കിട്ടും. അങ്ങനെ കിട്ടും. അവർക്ക് കാണുമ്പോൾ, കച്ചവടക്കാർ കാണുമ്പോൾ അറിയാം. വേലിയാട് എന്ന് പറയുന്ന സംഭവം ഇതന്നെ വേലിയാട്. മറ്റത് നമ്മുടെ കണ്ടത്തിലെ മെയിൻ. ഇത് കണ്ടത്തിൽ പോകത്തില്ല. ഇപ്പൊ ഇത് മൊത്തം വേലി തന്നെ. വേലിക്കകത്ത് മുള്ളുണ്ടെങ്കിൽ ഏത് ചെടി ഉണ്ടെങ്കിലും അതിനകത്ത് കയറി തിന്നോളൂ.
ഒരു ദിവസം 6 കിലോമീറ്റർ നടക്കും. കൂടുതലേ നടക്കും. ഞാൻ പറയുന്ന 5-6 കിലോമീറ്റർ. അത് തന്നെ കൂടുതലേ അത് നടന്നാലേ അതിന് വയറ് നിറയും. ഇതിന് പുണ്ണാക്ക് അങ്ങനെയുള്ളവരോട് അല്ലല്ലേ, പുണ്ണാക്ക് ചിലവർ കൊടുക്കും, നമ്മൾ കൊടുക്കൂല. അത് കേരളത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങളുടെ മോലാളി വീട്ടിലുണ്ട് ആട്, പശുവുണ്ട്, ആടുണ്ട്, പോത്തുണ്ട്, എല്ലാം ഉണ്ട്. അതിന് അവർ പറയും കുറച്ച് പിണ്ണാക്ക് തവിടില്ലേ, അത് വെള്ളത്തിലെ കലക്കി കൊടുക്കാൻ പറയും. അതും ഇതും വ്യത്യാസമുണ്ട്. ഇതപ്പോ നമുക്ക് ചിലവൊന്നുമില്ല. രാവിലെ നമ്മള് രണ്ടുപേരും പക്ഷേ ഇതിന്റെ കൂടെ നിൽക്കണം. 12 മണിക്ക് കഴിയും. 12 മണി കഴിയുമ്പോൾ ഇറങ്ങും. വൈകിട്ട് എത്ര മണി വരെ? 5:30 വരെ. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. ഇപ്പൊ എത്ര ആടുണ്ട്? 20 ആടുണ്ട്. അപ്പൊ ഇതിങ്ങനെ 20 എണ്ണം തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകോ അതോ നിലനിർത്തി കൊണ്ടുപോകോ അതോ ഇതിന്റെ പ്രസവമാകുമ്പോൾ ഇതിന്റെ കൂടുമ്പോ നമ്മൾ ഓരോന്ന് വിറ്റുകൊണ്ടേ ഇരിക്കും? അങ്ങനെയാണോ? മക്കളുമുണ്ട് വീട്ടില്. 10 ഉണ്ട്. അത് കുഞ്ഞുങ്ങളാ. അത് ഇനി ഈ ചപ്പല്ലേ, ഇത് തിന്നാൻ സമയമില്ല. അത് പാല് മാത്രമേ കുടിക്കത്തുള്ളൂ. അതിന് 1 മാസം ആകണമല്ലേ? 1 മാസം കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ വരും. ഇതിന്റെ പുറകില് വരും. ചേട്ടനും ചേച്ചിയും ഇത് തന്നെ? എവിടെ പശുവൊക്കെ ഉണ്ടോ അതോ? പശുല്ല, ഇത് മാത്രമേ ഉള്ളൂ. പശു ഉള്ളവരുണ്ട്, പശു ആട് ഉള്ളവരും ഉണ്ട്. ഉണ്ടല്ലേ? നമുക്കിത് മാത്രമേ ഉള്ളൂ. അസുഖങ്ങളൊന്നും വരൂലല്ലേ ഇതിനെ? പിന്നെ ഭയങ്കര മഴ വെച്ചാൽ അസുഖം പിടിക്കൂലേ? കാലിലെ ചേരുവ്. എരുത്തിൽ അങ്ങനെ എന്തെങ്കിലും വേണോ? തൊഴുത്തോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒന്നും വേണം. നമ്മൾ ഇതുപോലെ തറയിലേ ആടുന്നത്. കേരളത്തിലെ എല്ലാം അവര് സിമന്റ് കെട്ടി റബ്ബർ ഷീറ്റ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ തട്ട് കെട്ടി നമ്മള് സൈഡ് ഷീറ്റല്ലേ, ഷീറ്റും മറ്റേ പൈപ്പില്ലേ, പൈപ്പ് കമ്പനി, അത് വെൽറ്റ് ചെയ്തിട്ട് സൈഡ് കെട്ടി പോലെ അടിച്ചു. അത് കേരളത്തിൽ അങ്ങനെയല്ല. അതുപോലെ സെറ്റ് അടിച്ചിട്ട് തറയിൽ മൊത്തം സിമന്റ് കോൺക്രീറ്റ് ഇല്ലേ, അതാ ചെയ്തത്. ആ കോൺക്രീറ്റ് ഇട്ടിട്ട് ഇത് അതിനകത്ത് കിടന്നാ അത് കാല് ഇതാകും, തളർന്നു പോകും. നമുക്ക് പ്രായം കൂടി കഴിഞ്ഞാൽ നമുക്ക് കാല് അതന്നെ അതുപോലെ ആവും. അതിനാണ് നമ്മൾ ഇതുപോലെ തറയിലാ കിടക്കുന്നത്. അതൊക്കെ സ്വഭാവം. അതിന് ഒരു അസുഖം പിടിക്കുന്നില്ല. എന്നു വെച്ചിട്ട് മൂത്രം അങ്ങനെ ആവും ഈ മണ്ണ് തറ കൊണ്ട്. അത് നമ്മൾ ചൂല് കൊണ്ട് പെരക്കി ഇട്ടിട്ട് ഇപ്പോൾ വൈകുന്നേരം 5:30 മണിക്ക് പോകുന്നില്ലേ, അത് വരയ്ക്കും. അത് എല്ലാം അവർ 12 മണിയപ്പോൾ വീട്ടിൽ ഒരാളുണ്ട്, അതെല്ലാം തൂത്ത് വാരി എല്ലാം നീറ്റാക്കിയിടും. അപ്പോൾ ഉണങ്ങാവും. നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ എല്ലാം നീറ്റാവും. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? അത് ഇത് തന്നെയാണ് മെയിൻ ആയിട്ട്? അല്ല, എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഞാൻ എല്ലാ പണിക്കും പോകും. കേരളത്തിൽ പോകും. കേരളത്തിൽ പോകുന്നുണ്ട്? കേരളത്തിൽ എവിടെ ജോലി ഉണ്ട്? ഞാൻ കായംകുളത്തുണ്ടായിരുന്നു. കായംകുളത്തുണ്ടായിരുന്നല്ലേ? മലയാളം നന്നായിട്ടറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ആട് വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. തൊഴുത്ത് കെട്ടി ഭയങ്കര സെറ്റപ്പില് തൂപ്പേ കൊടുക്കത്തുള്ളൂ അല്ലേ? നിങ്ങളുടെ മുതലാളി വീട്ടിലുണ്ട്. അതല്ലേ? ഞാൻ രാവിലെ പോകും, ബൈക്കെട്ടുന്നൂർ പോകും. ആ 2 ആടേ ഉള്ളൂ. അതിന് രാവിലെ കുറച്ച് ഇത്രയും വെട്ടി മാന്തി അവിടെ കെട്ടി ബൈക്കിനകത്ത് വെച്ച് കൊണ്ടുപോകും. എല്ലാരും ഒന്നിച്ചാൽ നടക്കത്തേ ഉള്ളൂ അല്ലേ? ചിലവർ ഒന്നും പറയില്ല, ചിലവർ വാക്ക് പറയും. കിടക്കാൻ പറ്റില്ല.